എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിൻറ്റു. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് പുളിയിഞ്ചി. വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. So my name is Jintu. I welcome you all to a new video. So today we will see how to make pulinji in a delicious way. So let's go to the video first. ആദ്യമേ നമ്മൾ പുളിയിഞ്ചിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നാണ് കാണാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു 10 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 250 ഗ്രാമോളം ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തത്. അതോടൊപ്പം തന്നെ ശർക്കരയും ചെറുതായിട്ട് ചീകി എടുത്തിട്ടുള്ളതാണ്. ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാളംപുളി, ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ ചാലിച്ച് അത് അരിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മൾ പുളിക്ക് വേണ്ടി എടുക്കുന്നത്. ഇതുകൂടാതെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇത്രയുമാണ് നമ്മൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇഞ്ചിയിലെ വെള്ളമയമൊക്കെ നന്നായിട്ട് പോയി നന്നായിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഉചിതം. മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് അതിനകത്ത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഇനി ആദ്യമായിട്ട് ചേർക്കാനുള്ളത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയുള്ളിയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെറിയുള്ളി ഇതിനകത്തിട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളകും അത് കഴിഞ്ഞ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കറിവേപ്പിലയാണ്. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതും ഏകദേശം ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്യാനുള്ളത്. ആദ്യമേ ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ മുളക് പൊടിയുടെ കുത്തലൊക്കെ മാറി നല്ലപോലെ മൂത്ത് കഴിയുന്നിടം വരെയും ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചേക്കുന്ന പുളിവെള്ളം ആഡ് ചെയ്യുക. പുളിവെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ചൂടായി തിളച്ച് വരുമ്പോഴത്തേനും ഒന്ന് കുറുകാൻ തുടങ്ങും. ഒരു 3 തൊട്ട് 4 മിനിറ്റ് വരെ നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേനും ഇത് നല്ല കുറുകി വരും. നല്ല കുറുകി വന്നതിന് ശേഷം അതിലേക്കാണ് നമ്മൾ നേരത്തെ ചീകി വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കേണ്ടത്. നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ശർക്കര ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഏകദേശം ഒരു 4 തൊട്ട് 5 മിനിറ്റ് വരെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളറായി വരും. അതിനുശേഷം നമുക്ക് ഡാർക്ക് കളറായി കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും നന്നായിട്ട് കുറുകി നല്ല കറുത്ത കളറായി വരും. അതിനുശേഷം ഇത് തണുക്കാൻ വെക്കുക. നല്ലപോലെ തണുത്ത ശേഷം നമ്മൾക്ക് സെർവ് ചെയ്യാൻ ഉപയോഗിക്കാം. തലേദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തവർ അഭിപ്രായം പറയണം. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വ്യത്യസ്തമായ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.